ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് അത് നേടിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെയൊക്കെ നഷ്ടപ്പെടലായിരുന്നു എന്നുള്ളത്. എന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കും. എന്നാൽ അത് മറ്റ് പല കാര്യങ്ങളെയും അതിനേക്കാൾ മികച്ച കാര്യങ്ങൾ നേടാനുള്ളൊരു അവസരമായിരുന്നു എന്നത് വൈകിയാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറ്. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും അവയോട് പൊരുത്തപ്പെടാനും കഴിയാത്തതാണ് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ബോധം, മനസ്സ് ക്ലിയർ ആയിരിക്കണം. അതായത് ഒരു ജലാശയത്തിലെ ഓളങ്ങൾ അടങ്ങി അത് ശുദ്ധമായിരിക്കുമ്പോഴാണ് അതിനുള്ളിലുള്ളതിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വികാരങ്ങളുടെ ഓളങ്ങൾ ശമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു. ഇങ്ങനെ മനസ്സ് ശാന്തമാകുമ്പോൾ അവബോധം വർദ്ധിക്കുകയും ബോധം ഉയരുകയും ചെയ്യും. അവിടെ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഒക്കെ ഉണ്ടാകും. നിങ്ങൾ ആത്മാർത്ഥതയോടെ സങ്കല്പിക്കുന്ന എന്തിനേയും ബോധം മെറ്റീരിയലൈസ് ചെയ്യും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനം. പക്ഷെ ഇങ്ങനെ നേടുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടാവുന്നില്ല. ഇതിന് നിങ്ങളുടെ ബോധം ഉയരേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ജീവിതം നിരാശയിലും ടെൻഷനിലും നരകയാതനയിലും ഒക്കെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ ബോധവും വൈബ്രേഷണൽ ഫ്രീക്വൻസിയും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ താഴ്ന്ന ഫ്രീക്വൻസിയിലാണെങ്കിൽ നിങ്ങളുടെ ബോധവും താഴ്ന്ന അവസ്ഥയിലായിരിക്കും. ഇങ്ങനെ ബോധം താഴ്ന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വളരെ ചുരുങ്ങിയതായിരിക്കും. എന്നാൽ നിങ്ങൾ ഹൈ ഫ്രീക്വൻസിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ബോധവും ഉയർന്ന അവസ്ഥയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങളുടെ ആ ധാരണകൾ, കാഴ്ചപ്പാടുകളൊക്കെ വളരെ ഉയർന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രീക്വൻസി എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ഇത് നിങ്ങളുടെ മനസ്സിലൂടെയും ശരീരത്തിലൂടെയൊക്കെ ആ ജീവശക്തിയെ ഒഴുകാൻ നിങ്ങൾ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഉയർന്ന വൈബ്രേഷനും നിങ്ങളിൽ പ്രസരിക്കുന്ന നിരുപാധികവും വിവേചനരഹിതവുമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹവും അത് നിങ്ങളിലേക്ക്, നിങ്ങളുടെ എനർജി ഫീൽഡിലേക്ക് വരുന്ന എല്ലാവരുടെയും ബോധത്തെ ഉയർത്തുകയും ചെയ്യും. നിങ്ങളുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് ഒരു ബയോകെമിക്കൽ ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. അതായത് ഒരു ദിവസത്തിലെ ഓരോ നിമിഷത്തിലും നിങ്ങളുടെ വൈബ്രേഷൻ എന്താണ് എന്ന് നിങ്ങളിൽ പ്രതിഫലിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളിലൂടെയാണ്. ഈ വൈബ്രേഷനെ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് കണക്കാക്കാം. ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ ഫീല് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് പോസിറ്റീവ് വൈബ്രേഷനോ നെഗറ്റീവ് വൈബ്രേഷനോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് സുഖകരമല്ലാത്ത ഒരു വികാരമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അത് ലോ വൈബ്രേഷൻ ആണ് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് നല്ല വികാരങ്ങളാണ് ഉള്ളതെങ്കിൽ അത് നിങ്ങളിൽ ഉയർന്ന വൈബ്രേഷനിലാണെന്നുള്ളതിൻ്റെ ഒരു ബയോകെമിക്കൽ സൂചനയാണ്. അതിനാൽ നിങ്ങളുടെ വൈബ്രേഷൻ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് വികാരങ്ങൾ ഉണ്ടാകുന്നതിലൂടെയാണ്. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. നിങ്ങൾ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉയർന്ന ഫ്രീക്വൻസിയിലോ താഴ്ന്ന ഫ്രീക്വൻസിയിലോ ഉള്ള ചിന്തകളെ തിരഞ്ഞെടുക്കുന്നു. നിങ്ങളുടെ വൈബ്രേഷൻ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകാരികമായിട്ട് നല്ലത് എന്ന് തോന്നുന്ന ചിന്തകൾ മാത്രം ചിന്തിക്കുക. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നും നിങ്ങളുടെ ജീവിതത്തിലില്ല. നിങ്ങൾ എന്തിൽ ശ്രദ്ധിക്കുന്നുവോ, എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അതാണ് ഒരു വ്യക്തിയെ ഉയർന്ന ഫ്രീക്വൻസിയിൽ നിലനിർത്താനായിട്ട് പ്രാപ്തനാക്കുന്നത്. വളരെ കുറഞ്ഞ ഫ്രീക്വൻസിയിലോ അതായത് താഴ്ന്ന ബോധതലത്തിലോ ഉള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് വിഷമം അനുഭവപ്പെടുന്നു. ഇത് നിങ്ങളെ നെഗറ്റീവ് ഫീലിങ്സിലേക്ക് നയിക്കും. അതായത് നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷനിൽ നിലനിൽക്കാനായിട്ട് വേണ്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷൻ നിങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് സുഖം തോന്നുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്.
അതിന് ഇപ്പോൾ നിങ്ങൾ പോകുന്നത് നെഗറ്റീവ് ചിന്തകളിലൂടെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തകളെ വിമർശിക്കാതെ അതിനെ നിരീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയണം. അതായത് വിവേചനമില്ലാതെ എന്തെങ്കിലും നിരീക്ഷിക്കുമ്പോൾ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ നോക്കുകയാണ് ചെയ്യുന്നത്, അതിനെ വിലയിരുത്തുന്നില്ല. നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുമ്പോൾ അവ സത്യമാണോ ഇല്ലയോ എന്നതൊന്നുമല്ല, അത് വെറും ചിന്തകൾ മാത്രമാണ്. അതായത് ആകാശത്തിലൂടെ ഒരു മേഘങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ നിരീക്ഷിക്കുന്നോ അതേ രീതിയിൽ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. നിങ്ങൾ നിരീക്ഷിക്കുന്നതിനെ വിലയിരുത്തരുത്. ഇത് നിങ്ങളുടെ ഈഗോ മൈൻഡിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു വഴിയാണ്. നിങ്ങളിൽ എന്ത് ഫീലിങ്സ് ആണോ ഉള്ളത് അതിനെയെല്ലാം പ്രകടിപ്പിക്കാൻ അനുവദിക്കുക. അതായത് രോഷം, ദേഷ്യം, ദുഃഖം, അത് എന്ത് തന്നെയായാലും. അതുപോലെ നിങ്ങളുടെ ഫീലിങ്സ് എഴുതുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഉറക്കെ കരയാൻ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ആ എനർജിയെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതുപോലെ നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷൻ നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ നിങ്ങളെ ഉയർന്ന വൈബ്രേഷനിൽ എത്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അതായത് നിങ്ങൾക്ക് എന്താണ് ആസ്വദിക്കാൻ കഴിയുന്നത്, നിങ്ങളിൽ പോസിറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതശൈലിയിൽ നിരന്തരം പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക.